friends, welcome back to next class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NTSC എക്സാം, NMS എക്സാം, USS എക്സാം, PSC, SSC എന്നുള്ള മത്സര പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോഡിംഗ് ആൻഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നുള്ള പാർട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അതിന്റെ ബാക്ക് സൈഡിൽ റഫ് പേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പേജ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇതേപോലെ എഴുതാം. A to Z വരെ ഡിവൈഡ് ചെയ്തിട്ട് M വരെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, ഈ ഒരു രൂപത്തിലായിട്ട് എഴുതാം. അതിന് എന്ത് ചെയ്യുക, നമ്പേഴ്സും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 26 ഡിവൈഡ് ചെയ്തിട്ട് 13 ആക്കിയിട്ട് എഴുതാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റ് എന്ന വേർഡിന്റെ കോഡ് എന്ന് പറയുന്നത് 24 ആണെങ്കിൽ എന്തായിരിക്കും ബാറ്റിന്റെ കോഡ്? ഓക്കെ, കാറ്റിന്റെ 24 ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, കാറ്റിന്റെ കോഡ് എന്താ ഇവിടെ ശരിക്കും 3 ആണ്. A1 T20 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കും, നമുക്ക് 24 ആണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 24 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബാറ്റ് നോക്കൂ, ബാറ്റ് ബിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? 2 വരും. A1 T20 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 23 ആയിരിക്കും കിട്ടുക. അപ്പൊ ആൻസർ എന്താണ്? മൗസി എന്നുള്ളത് PRUQC ആണെങ്കിൽ ഷിഫ്റ്റ് എന്തായിരിക്കും ഈ ഒരു കോഡ് അനുസരിച്ചിട്ട് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ മൗസും PRUQC എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി നോക്കൂ. ഈ എമ്മും പിയും എന്താണ് ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത്? M 13, P എന്ന് പറയുന്നത് 16. അപ്പോ എമ്മിന്റെ കൂടെ എത്ര ആഡ് ചെയ്തിട്ടുണ്ട്? 13, 14, 15, 16. 3 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? P എന്ന ലെറ്റർ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? +3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഓയും ആറും തമ്മിൽ ബന്ധം? 15, 6 എന്ന് പറയുന്നത് 18. 15ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 18 കിട്ടിയത്. അപ്പൊ ഇവിടെയും എന്താണ്? +3 ആണ്. ഇനി യു നോക്കൂ, യു നമുക്ക് ഒരു മാറ്റവും കാണുന്നില്ല, അതേപോലെ തന്നെ എടുത്ത് എഴുതാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 0 എന്ന് എഴുതാം, +0. ഇനി എസും ക്യൂവും, എസ് then Q എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ ക്യൂലോട്ട് എന്താ ചെയ്തത്? -2 ആണ്. 17ക്ക് എന്താ വേണ്ടി നമ്മൾ -2 ആണ് ചെയ്തത്. അപ്പൊ -2. ഓക്കെ, നെക്സ്റ്റ് ഇയും സിയും, ഇ ആൻഡ് സി. ഇ എന്ന് പറയുന്നത് 5 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 5ൽ നിന്ന് 3ലോട്ട് എത്താൻ വേണ്ടി എന്താ ചെയ്തത്? -2 ആണ് അവിടെ ചെയ്തത്. അപ്പൊ ഇവിടെയും എന്താണ്? -2 ആണ്. അതുപോലത്തെ അതേ റിലേഷൻ ആയിരിക്കും ഈ ഷിഫ്റ്റിലും വരുന്നുണ്ടാവാം. ഇപ്പൊ ഷിഫ്റ്റ് ആദ്യം +3, എസിന്റെ കൂടെ +3, എസ് 19ന്റെ കൂടെ +3 കൂടെ V ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ V. ഓക്കെ, ഇനി എച്ചിന്റെ കൂടെ എന്ത് ചെയ്യാം? +3 ആണ്. സെക്കൻഡ് ലെറ്റർ +3. 8 + 3 = 11. ഓക്കെ, നെക്സ്റ്റ് ഐന്റെ കൂടെ എന്ത് ചെയ്യാം? ഐ അതേപോലെ എടുത്ത് എഴുതാൻ വേണ്ടത്. ഓക്കെ, സെയിം, ഒരു മാറ്റം ഇല്ലാതെ. ഇനി ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? -2 ആണ്. എഫിൽ നിന്ന് അപ്പൊ -2 കുറക്കണം. എഫ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6ൽ നിന്ന് -2 കുറച്ച 4 എന്ന് പറഞ്ഞ ലെറ്റർ D ആണ്. ഇനി ഇയും സിയും നോക്കൂ, -2. ഇയിൽ നിന്നും 2 കുറച്ചു. അപ്പൊ ഇവിടെ ടിയിൽ നിന്നും 2 കുറക്കണം. 20ൽ നിന്നും 2 കുറച്ച് നമുക്ക് 6 കിട്ടും. 18 ആണ് വരിക. അപ്പൊ ആൻസർ എന്താണ്? VKIDR ആണ് ഷിഫ്റ്റ് എന്നതിന്റെ. ബിലീഫ് എന്നുള്ളത് AFKKDH ആണെങ്കിൽ സെൽഡം എന്നുള്ളത് എന്തായിരിക്കും? ബിലീഫ് AFKKDH ആണ്. അപ്പോ ബിയും എയും തമ്മിൽ എന്താ ഇവിടെ ബന്ധം? -1 ആണ് കൊടുത്തിട്ടുള്ളത്. -1. ഇയും എഫും, ഇയിൽ നിന്നും +1 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. +1. എല്ലും കെയും -1 ആണ് അല്ലെ? എല്ലിൽ നിന്നും കെയിലോട്ട് -1. ഇനി I ആൻഡ് K, ഐയിൽ നിന്നും കെയിലോട്ട്. അപ്പൊ എന്താ ചെയ്തത്? +2. ഇയും ഡിയും എങ്ങനെയാണ്? -1 ആണ്. എഫ് ആൻഡ് എച്ച്, എഫിൽ നിന്നും +2 ആണ് വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ -1 +1 -1 +2 -1 +2. ഓക്കെ, ഇനി അതേപോലെ ഇത് ഇവിടെ ചെയ്യാം. എസിൽ നിന്നും -1 ആണ് ആദ്യം ചെയ്യേണ്ടത്. എസിൽ നിന്നും 1 കുറച്ചാല് 6 നമുക്ക് കിട്ടുക. 6
ഇയിൽ നിന്നും ഒന്ന് കൂട്ടണം. ഓക്കെ, ഇയിൽ നിന്ന് ഇവിടെ ഒന്ന് കൂട്ടിയപ്പോ നമുക്ക് എഫ്, അതുപോലെ ഇയിൽ നിന്ന് ഒന്ന് കൂട്ടിയാൽ എഫ്. പിന്നെ ഇവിടെ എല്ലിൽ നിന്നും ഒന്ന് കുറക്കാണ് വരെ ചെയ്തിട്ടുള്ളത് കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, അതേപോലെ തന്നെ എല്ലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് കെ കിട്ടും. ഇനി ഇവിടെ ഐയിൽ നിന്ന് +2 ആണ്. അപ്പൊ ഇവിടെ ഡിയിൽ നിന്ന് +2 ഡി ഇ എഫ്. ഇനി ഓ. ഇനി ഇവിടെ നെക്സ്റ്റ് ലെറ്റർ എന്താണെന്ന് ഇയിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്തു. അപ്പൊ ഓയിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ എന്തായിരിക്കും, എം. ഇനി ലാസ്റ്റത്തെ എഫിൽ നിന്നും 2 കൂട്ടുക ചെയ്ത് എച്ച് ആവാണ്. അപ്പൊ ഇവിടെ എമ്മിൽ നിന്നും 2 കൂട്ടിയാൽ എത്ര കിട്ടുക, ഓ. അപ്പൊ ആൻസർ എന്താണ്, RFK. ട്രൂ എന്നുള്ളത് YWZJ ആണെങ്കിൽ ഫാൾസ് എന്തായിരിക്കും അതിന്റെ കോഡ് വരിക. ഓക്കെ, ട്രൂ. ഈ ടിയും വൈയും തമ്മിൽ എന്താ ബന്ധം? ടി എന്ന് പറയുന്നത് 20 ആണ്, വൈ എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ 20യിൽ നിന്നും 25ലോട്ട് എത്താൻ +5 ആണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോ ടിയിൽ നിന്നും വൈലോട്ട് എത്താൻ വേണ്ടിട്ട് എന്താ ചെയ്തത്, +5. ഇനി ആറിൽ നിന്നും ഡബ്ല്യൂലോട്ട് 18ൽ നിന്നും 23ലോട്ട് എത്താൻ വേണ്ടിട്ട് +5 ആണ്. യുവിൽ നിന്നും സെഡിലോട്ട് 21ൽ നിന്നും 26ലോട്ട് +5. ഇയിൽ നിന്നും ജെയിലോട്ട് 5ൽ നിന്നും 10ലോട്ട് +5. നെക്സ്റ്റ് ഫാൾസ് എങ്ങനെ വരിക, അതേപോലെ തന്നെ +5 ആണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത്. അപ്പോ എഫ് 6 +5 11. അപ്പൊ 11th ടേം ഏതാണ്, കെ. എ 1 + 5 = 6 എഫ്. എൽ എത്രയാണ്, 12 + 5 = 17 ക്യൂ. എസ് 19 + 5 = 24 എസ്. ഇ എന്ന് പറയുന്നത് 5 ആണ്, 5 + 5 = 10 എന്ന് പറയുന്നത് ജെ. ആൻസർ അതാണ് KFQS. ജസ്റ്റ് 5 എന്ന് പറയുന്നത് GKYI ആണെങ്കിൽ 80 എന്തായിരിക്കും അതിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോ 5ല് എഫും ജിയും തമ്മിൽ എന്താ ബന്ധം, +1 ആണ് അല്ലെ. അപ്പൊ +2 ആണ്. 9ൽ നിന്നും 11ലോട്ട് +2. V ആൻഡ് Y, വിയിൽ നിന്നും WXY, അപ്പൊ 3. 22ൽ നിന്നും 25ലോട്ട് +3. ഇ ആൻഡ് ഐ, ഇ എന്ന് പറയുന്നത് 5 ആണ്. 5ൽ നിന്നും 9ലോട്ട് എത്ര വന്നു, 4 +4. അങ്ങനെയാണെങ്കിൽ 8 എങ്ങനെയായിരിക്കും വരിക, +1 +2 +3 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ 8 എങ്ങനെയായിരിക്കും വരിക, ഇയിൽ നിന്നും ആദ്യം +1 ആണ്, ഇയിൽ നിന്നും 1 ആഡ് ചെയ്താല് എഫ്. ഐയിൽ നിന്നും 2 ആഡ് ചെയ്താല് നെക്സ്റ്റ് 2 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ജിയിൽ നിന്നും 3 ആഡ് ചെയ്യണം. ജി എന്ന് പറയുന്നത് 7 ആണ്. 7ൽ നിന്നും 3 ആഡ് ചെയ്താല് 10 ജെ. എച്ചിൽ നിന്നും 4 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ +3 ആയിരുന്നു, ഇവിടെ +2 ആണ്, ഇവിടെ +1 ആണ്. നെക്സ്റ്റ് +4. എച്ചിൽ നിന്നും 4 ആഡ് ചെയ്താല് 8 + 4 = 12 എൽ. ഇനി നെക്സ്റ്റ് ടി എന്തായിരിക്കും, +5. നമുക്കത് ഇതിൽ പറയാതെ തന്നെ നമുക്കറിയാം. അപ്പോ ടി എന്ന് പറയുന്നത് 20 ആണ്. 20 + 5 = 25. 25 എന്ന് പറയുന്ന കോഡ് ലെറ്റർ ഏതാണ്, Y ആണ്. ആൻസർ എന്ന് പറയുന്നത് FKJLY ആണ്. CBE എന്ന് പറയുന്നത് ബാഡ് ആണെങ്കിൽ GmbH എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത്. സിയും ബിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് -1 ആണ്. സിയിൽ നിന്നും -1 ചെയ്തപ്പോൾ നമുക്ക് ബി കിട്ടിയത് -1. ബിയിൽ നിന്നും ബിയിലോട്ടോ -1 ആണ്. ഇയിൽ നിന്നും ഡിയിലോട്ടോ -1 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ള് -1 ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ചെയ്തുകൂടെ, ഇതിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്, മറ്റൊരു 3 ലെറ്റേഴ്സ് ആണ്, പ്രശ്നമല്ല. ഓക്കെ, ജിയിൽ നിന്നും -1, ജിന്റെ മുമ്പത്തെ എന്ന് പറയുന്നത് എഫ്. എമ്മിൽ നിന്നും -1 എൽ. ബിയിൽ നിന്നും -1 എ. എച്ചിൽ നിന്നും -1 ജി. ആൻസർ എന്താണ്, ഫ്ലാഗ് ആണ്. ആൻസർ GmbH എന്ന് പറയുന്നത് ഫ്ലാഗ്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് RRSNO ആണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും അതിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോ എസ് ആർ തമ്മിലുള്ള ബന്ധം എന്താണ്, എസിൽ നിന്നും -1 ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോ -1. ഇനി ടിയും ആറും തമ്മില് -2 ആണ്. എ ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോ എക്സ് 1 മൈനസ് ചെയ്തു, പിന്നെ മൈനസ് ചെയ്തു, 3 മൈനസ് ചെയ്തു, 3 പ്രാവശ്യം മൈനസ് ചെയ്തു, -3 ആണ് വരിക. ആർ ആൻഡ് എൻ,
ആറിൽ നിന്നും എത്ര പോയി? 18ൽ നിന്നും 14 പോയാല് -4 ആണ്. അപ്പോ ടിയിൽ നിന്നും ഓയിലോട്ടോ, ടി എന്ന് പറയുന്നത് 20 ആണ്, ഓ എന്ന് പറയുന്നത് 15ഉം. അപ്പൊ എത്ര പോയി? -5. 20ൽ നിന്നും -5 ചെയ്തപ്പോഴാണ്. അപ്പോ -1 -2 -3 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്ത് നോക്കാം. എഫിൽ നിന്നും ആദ്യം -1 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇ കിട്ടും. -1 എന്ന് പറയുന്നത് ഇ ആയിരിക്കും. ഇനി ഐയിൽ നിന്നും -2 -2 7 ജി. R -3 ആണ് വരിക. R -3 18ൽ നിന്നും 3 മൈനസ് ചെയ്ത O 15. ഓക്കെ. എസ് ൽ നിന്നും ഇനി 4 മൈനസ് ചെയ്യണം. 19 ആണ് എസ് എന്ന് പറയുന്നത്. 19ൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്ര വരും? 15. ടിയിൽ നിന്നും -5 ആണ് വരിക. ടി എന്ന് പറയുന്നത് 20ൽ നിന്നും 4 മൈനസ് ചെയ്താല് 20ൽ നിന്നും 5 മൈനസ് ചെയ്താല് O. അപ്പൊ EGO. ഫെബ്രുവരി എങ്ങനെ എഴുതിയിട്ടുള്ളത്? YEARUBRF എന്നുള്ള രീതിയിലാണ് എഴുതിയുള്ളത്. അപ്പൊ എന്ത് ചെയ്യരുത്? മറ്റു കോഡിലോട്ട് പോകരുത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നോക്കി നോക്കുക. ജസ്റ്റ് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫെബ്രുവരി എന്ന് എഴുതിക്കണം, ഷഫിൾ ചെയ്ത് എഴുതിക്കാന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഫെബ്രുവരി എന്ന് എഴുതാം. പിന്നെ അവിടെ കൊടുത്തുള്ള ഇത് എന്ത് ചെയ്യാം? ഇതിന്റെ അടിയിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാം. ഫെബ്രുവരി എന്നുള്ളത് ഇപ്പൊ 8 അക്ഷരങ്ങളാണ് വരിക. അപ്പൊ 8 വരെ എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ 8 വരെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഓരോ അക്ഷരങ്ങളും എവിടെയാണ് ഇവിടെ ഷഫിൾ ചെയ്തതിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ആദ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞാല് എഫ് എവിടെ കൊടുത്തുള്ളത്? ഇവിടെ. അപ്പൊ എഫിന്റെ നേരെ 1 ഇടുക. പിന്നെ ഇ എന്ന് പറയുന്നത് 2 അവിടെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 3 ബി എവിടെ കൊടുത്തിട്ടുള്ളത്? ഇവിടെ. ഇനി 6 4ല് യു. നെക്സ്റ്റ് എ, നെക്സ്റ്റ് ആർ, Y 8. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് എന്ത് ചെയ്യാം? ഇവിടെ കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? ഇവിടെ 6 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. 4 and 7 ഇവിടെയുള്ള ഈ 4ഉം 7 എന്ത് ചെയ്യാം? വായിക്കാം. ഓക്കെ, ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് ഏതാണ്? 4 ചിലപ്പോൾ ഇവിടെ വരും, 7 ചിലപ്പോൾ ഇവിടെ വരും, 7 ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വരിക. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് ആദ്യം ഈ ഒരു കോഡ് ഇവിടെ അടിയിൽ എഴുതി കൊടുക്കുക. എന്ന് പറഞ്ഞാല് 8 2 6 പിന്നെ എന്ത് ചെയ്യാം? ഇവിടെ വിടുക. എന്നിട്ട് 5 3 ഇവിടെയും വിടുക 1. ഇനി ഇതിന് നമ്പർ കൊടുക്കുക. 1 2 3 4 5 6 7 8 നവംബറിന് നമ്പർ കൊടുക്കുക. ഇനി 1ന്റെ പ്ലേസിൽ എന്ത് ചെയ്യുക? n ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഇട്ട് കൊടുക്കുക. V 3 ഇവിടെയാണ്. ഇനി ഇ എന്ന് പറയുന്നതോ? ഇ എന്ന് പറയുന്നത് 4th പ്ലേസ്. 4th പ്ലേസ് നമുക്ക് അറിയില്ല, അപ്പൊ അവിടെ നിന്നോട്ടെ. M 5th ഏതായിരുന്നു? ഇതാ 5th എന്ന് പറയുന്നത് ഇവിടെ വരും. 6th 1 ബി എന്ന് പറയുന്നത് 6 ഇവിടെയാണ്. ഇനി ഇ നമുക്കറിയില്ല, 2 ഇ വരുന്നുണ്ട്, 7 വന്നിട്ടില്ല. ഓക്കെ, ഇനി 6 എവിടെയാണ്? 6 പ്ലേസ് 8 ആണ്, അപ്പോ ഫസ്റ്റ് വരും. ഓക്കെ, ഇനി ഇവിടെ 2 അവിടത്തും സ്പേസ് ഉണ്ട്, അപ്പൊ 2 ഇവിടെ കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കോഡ് എന്ന് പറയുന്നത്? OBEMVN ROBEMVN ആണ് കോഡ്. പിയർ എന്നുള്ളത് എങ്ങനെ കൊടുത്തുള്ളത്? PAEPRA എന്നുള്ള രീതിയിലാണ് കോഡ് കൊടുത്തുള്ളത്. അങ്ങനെയെങ്കിൽ പ്രൊവിഡൻസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ എന്തെങ്കിലും അതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ആദ്യം നിങ്ങൾ കോഡിലോട്ട് പോകരുത്. ഓക്കെ, നേരെ എന്ത് ചെയ്യാം? ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്പിയർ PAPERA എന്നാണ് രീതിയിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പിയർ എന്നുള്ളത് AP. ഓക്കെ, ഈ AP ഇവിടെ തിരിച്ചിട്ടാണ് PA എന്ന് പറയുന്നത്. അതുപോലെ PE എന്നുള്ളത് ഇവിടെ തിരിച്ചിട്ടാണ് EP എന്നുള്ളത്. AR ഇവിടെ തിരിക്കാണ് RA ആയിട്ട് തിരിച്ചിട്ടു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കൊടുക്കാം. PR എന്നുള്ളത് തിരിച്ചിട്ടാല് RP ആയിരിക്കും വരിക. ജസ്റ്റ് OV തിരിച്ചിടുക, അപ്പൊ VO വരും. ID തിരിച്ചിട്ടാലോ DI. EN തിരിച്ചിടുക NE.
CE തിരിച്ചിട്ടാല് EC. എന്താണ് RPVODINEEC ആയിരിക്കും കോഡ് വരുന്നുണ്ടാവും. കോഡിംഗ് ആൻഡ് ഡീകോഡിലെ ലെറ്റർ കോഡിങ്ങും പിന്നെ എടുത്തിട്ടുള്ളത് ആൽഫബറ്റിക് ആയിട്ടുള്ള കോഡിങ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇനിയും കോഡിങ്സ് ഉണ്ട് കോഡിംഗ് എന്നുള്ള പാർട്ടില്. അപ്പൊ അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമന്റ്